ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലയാണ് സിലിഗുരി കോറിഡോർ അഥവാ ചിക്കൻ നെക്ക് എന്ന് പറയുന്ന മേഖല. ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ മറ്റ് മേഖലയുമായിട്ട് ബന്ധിപ്പിക്കുന്ന സുപ്രധാനമായ ഒരു പ്രദേശം. ഏതാണ്ട് 22 കിലോമീറ്റർ മാത്രം വിസ്തൃതിയുള്ള ഒരു പ്രദേശം. ഇവിടെ ബംഗ്ലാദേശ് എപ്പോഴും കണ്ണുവെക്കുന്നുണ്ട്. പാകിസ്ഥാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തിന്? ചരട് വലിക്കാൻ അമേരിക്കയുമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വരുന്ന ഒരു വാർത്ത, 22 കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ഭാഗം ഇന്ത്യ കടന്നു കയറി പിടിച്ചെടുത്തു. ബംഗ്ലാദേശിൻ്റെ കുറച്ചധികം സ്ഥലങ്ങൾ ചേർത്ത് ഈ ചിക്കൻ നെക്കിനെ നമ്മൾ വികസിപ്പിച്ചു, എലിഫൻസ് ബെല്ലിയാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ 60 കിലോമീറ്ററോളം സ്ഥലം കയറി പിടിച്ചെടുത്ത് ചിക്കൻ നെക്ക് വികസിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതിനുള്ള ശക്തിയും കഴിവുമൊക്കെ ഇന്ത്യ മഹാരാജ്യത്തിനുണ്ട്, സൈനിക ശക്തിയുമുണ്ട്. പക്ഷേ ഇന്ത്യ ഒരു കാരണവശാലും മറ്റൊരു രാജ്യത്തേക്ക് കടന്നു കയറി ഇത്തരത്തിലുള്ള ആക്രമണ പ്രവർത്തനങ്ങളൊന്നും നടത്തില്ല. നമ്മൾ ചൈനയല്ല, നമ്മൾ റഷ്യയല്ല, നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു പാരമ്പര്യവും സംസ്കാരവും ഒക്കെ ഉണ്ട്. പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത പ്രചരിച്ചത്? സ്വാഭാവികമായിട്ടും ബംഗ്ലാദേശിലെ ഇപ്പോൾ താൽക്കാലിക സർക്കാരിൻ്റെ ഉപദേഷ്ടാവ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് യൂനിസ് ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ ബംഗ്ലാദേശിൻ്റെ ഭാഗമാക്കി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു മാപ്പ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കി. അവിടെ വന്ന പാകിസ്ഥാൻ ജനറലായിട്ടുള്ള സാഹിർ ഷംഷാദ് മിർസയ്ക്ക് അത് സമ്മാനിക്കുകയും ചെയ്തു. അതായത് തീവ്ര ബംഗ്ലാദേശി നിലപാടുള്ള കുറേയധികം ആളുകൾ ഈ ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് പറയുന്ന കോൺസെപ്റ്റുമായിട്ട് നടക്കുന്നുണ്ട്. അതിൽ ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ അവരുടെ വശമാണെന്ന് അവർ പ്രഖ്യാപിക്കുന്നു. ആ രീതിയിൽ ഒരു മാപ്പ് തയ്യാറാക്കുന്നു. എന്നിട്ട് ആർട്ട് ഓഫ് ട്രയംഫ് എന്ന പേരിലാണ് നൽകിയത്. ഇതിനെ കുറേയധികം പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും ഒക്കെ സ്വീകരിച്ചു. ഇതിന് ശേഷമാണ് പറയുന്നത് ഇന്ത്യ അവിടേക്ക് കടന്നു കയറി ബംഗ്ലാദേശിനെ ആക്രമിച്ചു. 37 കിലോമീറ്റർ മുതൽ 60 കിലോമീറ്റർ വരെയുള്ള സ്ഥലങ്ങൾ മുഴുവൻ പിടിച്ചെടുത്തു. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ഭരണകൂടം അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കണം. ഇന്ന് വരെ അത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല. അത്രയും സ്ഥലം നഷ്ടമായെങ്കിൽ ബംഗ്ലാദേശ് അത് ലോകത്തോട് പറയണം, ഇതാ ഇന്ത്യ ഞങ്ങളെ ആക്രമിച്ചു, ഇന്ത്യ ഞങ്ങളുടെ രാജ്യത്തേക്ക് കടന്നു കയറി കുറേയധികം സ്ഥലം പിടിച്ചെടുത്തു, കുറേയധികം ആളുകളെ കൊന്നു, നാശനഷ്ടം വരുത്തി. അത്തരം ഒരു വാർത്തയും നമ്മൾ കേൾക്കുന്നില്ല. ഇവിടെ ഓപ്പറേഷൻ തൃശൂൽ എന്ന പേരിൽ നമ്മൾ കര വ്യോമ നാവിക സേനകളുടെ സംയുക്ത അഭ്യാസം പാകിസ്ഥാൻ്റെ അതിർത്തിയിൽ ഉൾപ്പെടുന്ന രാജസ്ഥാൻ അതുപോലെ ഗുജറാത്ത് മേഖലയിലൊക്കെ നമ്മൾ നടത്തുന്നു. സർക്രീക്ക് മേഖലയിൽ വലിയ സാന്നിധ്യം അറിയിക്കുന്നു. ധാർ മരുഭൂമിയിൽ ഉൾപ്പെടെ നമ്മൾ ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നു. ഇതിനിടയിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു നരേറ്റീവ് സൃഷ്ടിക്കപ്പെട്ടത്? മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും ഈ വാർത്ത വന്നില്ലെങ്കിലും സോഷ്യൽ മീഡിയയിലടക്കം ചില സമൂഹ വാർത്താ ചാനൽ ഈ പോർട്ടലുകളിലടക്കമൊക്കെ തന്നെ ഈ വാർത്ത പ്രചരിക്കുന്നുണ്ട്. ഇതിൽ ഇന്ത്യ അങ്ങോട്ടേക്ക് കടന്നു കയറി ഇത്രയധികം സ്ഥലം പിടിച്ചെടുത്തു എന്നാണ് പറയുന്നത്. ബംഗ്ലാദേശ് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ്. ആ രാജ്യത്തേക്ക് ഇന്ത്യ ഇവിടെ ഓപ്പറേഷൻ തൃശൂൽ പോലെയുള്ള ഒരു സംയുക്ത സംരംഭം നടത്തുമ്പോൾ ഒരു ആക്രമണം നടത്തിയെന്ന് പറയുന്നത് തന്നെ ഒരു വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. പക്ഷേ എന്നിട്ടും ഈ വാർത്ത പ്രചരിച്ചു. ഇവിടെയാണ് നമ്മൾ ചില കാര്യങ്ങൾ നോക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ ബംഗ്ലാദേശ് ഭരണകൂടത്തെ അട്ടിമറിക്കുന്ന ആരാ? അമേരിക്ക. പാകിസ്ഥാനിൽ നിർണായക സ്വാധീനം നടത്തുന്ന ആരാ? അമേരിക്ക. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അതിർത്തി മേഖലകളിൽ അതിർത്തി രാജ്യങ്ങളായിട്ടുള്ള ബംഗ്ലാദേശിലും പാകിസ്ഥാനിലുമൊക്കെ തന്നെ ഞങ്ങൾക്ക് ആർമി ബേസുകൾ വേണം. ഏഷ്യയിലെ വൻ ശക്തികളായിട്ടുള്ള ചൈനയും ഇന്ത്യയും ഒക്കെ നാളെ അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് വന്നാൽ ഞങ്ങൾക്ക് അവരെ നേരിടാൻ ഒരു ബേസ് വേണം. അത്തരമുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടേക്ക് ഡീപ് സ്റ്റേറ്റിൻ്റെ ചില രംഗപ്രവേശമുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ചിക്കൻ നെക്ക് ഡെവലപ്പ് ചെയ്തു എന്ന് പറയുന്ന രീതിയിൽ ഇന്ത്യക്കെതിരെ വാർത്ത പടച്ചു വിടുന്നതിൽ ഡീപ് സ്റ്റേറ്റ് ഒരു നിർണായകമായ റോൾ വഹിക്കുന്നു. അതായത് അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഈ ഡീപ് സ്റ്റേറ്റിനെ കുറച്ച് കാലമായിട്ട് അധികാര മേഖലയിൽ നിന്നൊക്കെ അകറ്റി നിർത്തുകയായിരുന്നു. പക്ഷേ ട്രംപ് നടത്തുന്ന പ്രസ്താവനകൾ, മണ്ടത്തരം നിറഞ്ഞ നിലപാടുകൾ, ഇതൊക്കെ തന്നെ അമേരിക്കയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയപ്പോൾ ഡീപ് സ്റ്റേറ്റ് പതിയെ ഈ ട്രംപിനെ മൂടി. എന്ന് പറഞ്ഞാൽ ട്രംപിൻ്റെ ചൂടുവയ്പ്പിനെ പോലും ഇപ്പോൾ നിയന്ത്രിക്കുന്ന ഡീപ് സ്റ്റേറ്റാണ്. അതായത് ഇന്ത്യ ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ നടത്തുന്നു. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് കടന്നു കയറുന്ന ഈ സിലിഗുരി കോറിഡോർ ഇപ്പം നേപ്പാളുമായിട്ട് അതുപോലെ ഭൂട്ടാനുമായിട്ടൊക്കെ തന്നെ അതിർത്തി പങ്കിടുന്ന സുപ്രധാന മേഖല കൂടിയാണ്. ഈ ബംഗ്ലാദേശ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ
സംസ്ഥാനങ്ങളുടെയൊക്കെ സമുദ്ര കാവൽക്കാർ ഞങ്ങളാണ്. കാരണം ഇവ കരയാൽ ചുറ്റപ്പെട്ട പ്രദേശമായതുകൊണ്ട് സമുദ്രത്തിലേക്ക് കടക്കണമെങ്കിൽ ബംഗ്ലാദേശിൻ്റെ അനുമതി വേണം. ഈ ഒരു നിലപാടുള്ളത് കൊണ്ടും ബംഗ്ലാദേശ് ഇപ്പോൾ ഈ ഗ്രേറ്റർ ബംഗ്ലാദേശുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. ആർട്ട് ഓഫ് ട്രയംഫ് എന്ന് പറയുന്ന മാപ്പ് പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് അതിലേക്ക് ഡീപ് സ്റ്റേറ്റിൻ്റെ ചില ഇടപെടലുകളൊക്കെ വന്നത്. ഇന്ത്യ ഇത്തരത്തിലുള്ള കടന്നുകയറ്റം നടത്തി എന്ന രീതിയിൽ ഒരു വ്യാഖ്യാനമുണ്ടായാൽ സ്വാഭാവികമായും ബംഗ്ലാദേശിലെ തീവ്ര നിലപാടുള്ള മുസ്ലിം മതവിഭാഗക്കാരായ കുറേ പേർ ഇന്ത്യക്കെതിരെ ഇറങ്ങും. പാകിസ്ഥാനിൽ നിന്നുള്ള കുറേ അധികം ആളുകൾ ഇറങ്ങും. അങ്ങനെ ഒരു കലാപ സമാനമായ സാഹചര്യം ഉണ്ടായിക്കോട്ടെ. കാരണം ഓപ്പറേഷൻ തൃശ്ശൂരിലൂടെ കരസേനയുടെയും നാവികസേനയുടെയും വ്യോമസേനയുടെയും ശക്തി നമ്മൾ ലോകത്തെ ബോധ്യപ്പെടുത്തുക. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു ശക്തി പ്രകടനം ഇതാദ്യമായിട്ടാണ് നടത്തുന്നത്. മാത്രമല്ല ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായിട്ട് അമേരിക്കയിലെ സൈനിക താവളങ്ങൾക്ക് നേരെ ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ ആക്രമണത്തിൽ ഒരുപാട് കേടുപാടുകളൊക്കെ സംഭവിച്ചിരുന്നു. അന്ന് അമേരിക്കയ്ക്ക് എയർബേസ് അവിടെ ഉണ്ടെന്ന് ലോകം ഏതാണ്ട് തിരിച്ചറിഞ്ഞു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവിടെ സംഘർഷ സമാനമായ ഒരു സാഹചര്യം വരുന്നെങ്കിൽ വന്നോട്ടെ എന്ന നിലപാട് US സ്വീകരിക്കുന്നു. അതാണ് ഡീപ് സ്റ്റേറ്റിൻ്റെ ഇടപെടൽ. അല്ലാതെ മറ്റൊരു രാജ്യത്തേക്ക് കടന്നു കയറി 37 മുതൽ 60 കിലോമീറ്റർ വരെയൊക്കെ പിടിച്ചെടുത്തു എന്നുള്ള ഒരു ആഖ്യാനമുണ്ടാക്കാൻ മറ്റാർക്കും താല്പര്യമില്ല. മുഖ്യധാര മാധ്യമങ്ങൾ ഈ വാർത്തയൊന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇന്ത്യൻ ഭരണകൂടമോ പ്രതിരോധ മന്ത്രാലയമോ ഒന്നും ഇതേക്കുറിച്ച് യാതൊന്നും പ്രതികരിച്ചില്ല. ഞങ്ങളുടെ ഇത്രയും സ്ഥലം നഷ്ടപ്പെട്ടു, ഇന്ത്യ കടന്നു കയറി ആക്രമിച്ചു എന്ന് ബംഗ്ലാദേശ് ലോകത്തിന് മുന്നിൽ നിലവിളിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഇതിന് പിന്നിലുള്ള താല്പര്യക്കാരാരാണ്? അപ്പോൾ സിലിഗുരി കോറിഡോർ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമായ മേഖലയാണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ചിക്കൻ നെക്ക് എന്ന് വിളിക്കുന്ന ഈ ഭാഗത്തേക്ക് ഇന്ത്യ കടന്നു കയറിയെന്നും വലിയ ആക്രമണം നടത്തിയെന്നുമുള്ള ഒരു നരേറ്റീവ് സൃഷ്ടിക്കുന്നു. കാരണം സർക്രീക്ക് മേഖലയിൽ പാകിസ്ഥാൻ്റെ ആർമി, പാകിസ്ഥാൻ്റെ നേവി, അതുപോലെ വ്യോമസേനയൊക്കെ തന്നെ എത്തി നോക്കുന്നു, വന്ന് അഭ്യാസ പ്രകടനം നടത്താനായിട്ട് പോകുന്നു. ഇന്ത്യ അഭ്യാസ പ്രകടനം നടത്തുന്ന അതേ അറബിക്കടലിൽ തന്നെ അതേ മേഖലയിൽ തന്നെ അഭ്യാസ പ്രകടനം നടത്താൻ പാകിസ്ഥാൻ നേവി ഒരുങ്ങുന്നു. ചുരുക്കം പറഞ്ഞാൽ ഒരു കൺഫ്യൂഷൻ സൃഷ്ടിച്ചുകൊണ്ട് ഒരു ആശയക്കുഴപ്പത്തിൽ ഊന്നിയുള്ള കലാപമൊരുക്കുക. ഇതാണ് ഡീപ് സ്റ്റേറ്റ് നടത്തുന്ന തന്ത്രത്തിന് പിന്നിൽ. പക്ഷേ ഇതാണ് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകളൊന്നും ഇന്ത്യയും പുറത്തു വിടുന്നില്ല. അപ്പം നരേറ്റീവ് സൃഷ്ടിക്കാൻ ഡീപ് സ്റ്റേറ്റിന് കഴിയുമെങ്കിൽ മിണ്ടാതിരിക്കാൻ ഇന്ത്യക്കും കഴിയുമെന്ന് നമ്മളിവിടെ തെളിയിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിക്കൻ നെക്ക് വികസിപ്പിച്ചുകൊണ്ട് ഇന്ത്യക്ക് ഇനി 60 കിലോമീറ്ററോളം വിസ്തൃതിയുള്ള വിശാലമായ ഭൂപ്രദേശം ലഭ്യമാക്കി എന്നൊക്കെ വരുത്തി തീർക്കാൻ ഇവിടെ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ പാകിസ്ഥാനും ബംഗ്ലാദേശും ചേർന്ന് ചില മുന്നേറ്റങ്ങൾ നടത്തുന്നു. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ആളുകളെ നുഴഞ്ഞു കയറ്റാനുള്ള ശ്രമം നടത്തുന്നു എന്ന് ഇൻ്റലിജൻസ് നിരീക്ഷണത്തിലൂടെ വ്യക്തമായിട്ടുണ്ട്. മാത്രമല്ല ഇന്ത്യയിൽ ഇപ്പോൾ പല സംസ്ഥാനങ്ങൾ, ഇപ്പോൾ ബീഹാർ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നു, ഇനി ബംഗാളിലും ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ആ സമയത്തേക്കൊക്കെ തന്നെ കുറേയധികം ആളുകളെ വിട്ടുകൊണ്ട് അവിടെ എന്തെങ്കിലും സംഘർഷം ഉണ്ടാക്കണം. ഈ പഹൽഗാം ആക്രമണം പോലെ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ പാകിസ്ഥാനിലെ മുസ്ലിം തീവ്ര നിലപാടുള്ള ആളുകൾ ഭരണകൂടത്തെ പിന്തുണയ്ക്കൂ. ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനിസ് സർക്കാരിൻ്റെ കാലാവധിയും ഏതാണ്ട് അവസാനിക്കുന്നു. ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് അവിടുത്തെ സൈനിക മേധാവിയായ വാക്കറുസമാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയതാണ്. ഇതെല്ലാം കൂടെ കൂട്ടി വെക്കുമ്പോൾ അമേരിക്ക അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റ് ഈ രാജ്യങ്ങളിലെ ഫസി മുനീറിനെയും അതുപോലെ തന്നെ മുഹമ്മദ് യൂനിസിനെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് ചില കുതന്ത്രങ്ങൾ ഒരുക്കുന്നു. അതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അല്ലെങ്കിൽ എന്തിനാണ് ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ച് അല്ലെങ്കിൽ ബംഗ്ലാദേശിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് ആർട്ട് ഓഫ് ട്രയംഫ് എന്ന പേരിലൊരു മാപ്പ് തയ്യാറാക്കുന്നു. അത് പാകിസ്ഥാനിലെ സാഹിർ ഷംസാദ് മിർസ എന്ന് പറയുന്ന പട്ടാള മേധാവിക്ക് നൽകുന്നു. ഇപ്പുറത്ത് പാകിസ്ഥാൻ ഇന്ത്യ അഭ്യാസ പ്രകടനം നടത്തുന്ന സർക്രീക്ക് മേഖലയിലേക്ക് തന്നെ നാവിക വ്യോമ അഭ്യാസ പ്രകടനം നടത്താനായിട്ട് വരുന്നു. ഇതിനൊക്കെ ധൈര്യം കൊടുക്കുന്ന ആരാ? ഉറപ്പായിട്ടും അമേരിക്കയാണ്. അപ്പോൾ ചിക്കൻ നെക്കിൻ്റെ കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കി ഇന്ത്യയെ പ്രകോപിപ്പിക്കാനായിട്ട് ആരോ ശ്രമിക്കുന്നു. കൃത്യമായിട്ട് മനസ്സിലാക്കും ഡീപ് സ്റ്റേറ്റിൻ്റെ ഇടപെടലാണ്. മാത്രമല്ല ഇന്ത്യ ഇതുവരെ പ്രതികരിക്കാതിരിക്കുന്നത് പേടിച്ചിട്ടൊന്നുമല്ലല്ലോ. ഇന്ത്യയുടെ ശക്തി വെച്ച് നോക്കുകയാണെങ്കിൽ ബംഗ്ലാദേശിനെ കീഴ്പ്പെടുത്താൻ നമുക്ക് 24 മണിക്കൂർ തന്നെ ധാരാളമാകും. പാകിസ്ഥാനെ വെട്ടിമുറിച്ച് ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാക്കി കൊടുക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ എത്രയോ പവർഫുള്ളായിട്ടുള്ള ഒരു രാജ്യമായിട്ട് ഇന്ന് ലോകത്ത് ഇന്ത്യ മാറി. ആ ഇന്ത്യക്ക് നമ്മുടെ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ബംഗ്ലാദേശിനെ പൂർണ്ണമായിട്ടും കീഴടക്കാൻ സാധിക്കും.
എന്നിട്ടും അതൊന്നും ചെയ്യാതെ തന്നെ ചിക്കൻ സ്നെക്ക് നമ്മൾ കീഴടക്കി, സിലിഗുരി കോറിഡോർ നമ്മൾ വികസിപ്പിച്ചു എന്ന തരത്തിലുള്ള വാർത്ത വരുത്തി തീർക്കാൻ ഏതൊക്കെയോ പാശ്ചാത്യ ശക്തികൾ ശ്രമിക്കുന്നു. ഇതിൽ കുറച്ച് സമൂഹ മാധ്യമങ്ങൾ, അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ചില ഓൺലൈൻ സൈറ്റുകളൊക്കെ വാർത്തകൾ പ്രസിദ്ധീകരിച്ചു എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യൻ ഭരണകൂടമോ ബംഗ്ലാദേശ് ഭരണകൂടമോ ഇക്കാര്യത്തിൽ യാതൊരു വ്യക്തതയും വരുത്തിയിട്ടില്ല. അപ്പോൾ ഇതിന് പിന്നിലുള്ള അജണ്ട എന്താണെന്ന് വരും ദിവസങ്ങൾക്കുള്ളിൽ വ്യക്തമാകുമെന്നാണ് സൂചനകൾ പുറത്തു വരുന്നത്. എന്തായാലും ഇന്ത്യ ബംഗ്ലാദേശിലേക്ക് കടന്നു കയറി 1/2 കിലോമീറ്റർ സ്ഥലം പോലും പിടിച്ചെടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. അപ്പോൾ 37 കിലോമീറ്റർ മുതൽ 60 കിലോമീറ്റർ വരെ പിടിച്ചെടുത്ത് ചിക്കൻ സ്നെക്ക് വികസിപ്പിച്ചു എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ഏതാണ്ട് വ്യക്തമായിരിക്കുകയാണ്.